ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് മലേഷ്യയിലെ ഫേമസ് പ്ലേസ് ആയിട്ടുള്ള ബുക്കിപ്പിംഗ് ആണ് കേട്ടോ. ഇത് നൈറ്റാണ് ഒരു ലോകം. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിലാണ് അവിടെ കാണാനുള്ളത്. നിറയെ ലൈറ്റ്, മ്യൂസിക്കും, ഷോപ്പിംഗ്, സ്ട്രീറ്റ് പെർഫോമൻസും, ഫുഡ് സ്റ്റോൾസൊക്കെ ആയിട്ടൊരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നിങ്ങൾ മലേഷ്യ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഈ സ്ഥലം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പോയിട്ട് കാണണം. അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അത്രമാത്രം ഫുഡിൻ്റെ സ്റ്റോളുകളുണ്ട് അവിടെ. ലോക്കൽ മലേഷ്യൻ ഫുഡ് മുതൽ തായ്, ചൈനീസ്, കൊറിയൻ അങ്ങനെ എല്ലാ തരം സ്നാക്സും എല്ലാ ഫുഡ് ഐറ്റംസും ഒക്കെ കിട്ടും. പക്ഷേ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിലത് നമുക്ക് വായ വയ്ക്കാൻ കൊള്ളില്ല. പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്തത് പാനിപ്പൂരിയാണ്. അപ്പം നാട്ടിലെ പാനിപ്പൂരിയുടെ ടേസ്റ്റേ അല്ല, ഒട്ടും സ്പൈസി അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 250 രൂപയാണ് ഒരെണ്ണത്തിന്. പക്ഷേ ഇത് കഴിച്ച് വാങ്ങിയത് നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വൈസ് അത്ര നല്ലതായിരുന്നു. മുഴുവൻ അങ്ങനെ കഴിക്കുക. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മാംഗോ സ്റ്റിക്കി റൈസും ചക്ക സ്റ്റിക്കി റൈസും കേട്ടോ. മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. പിന്നെ ചക്ക സ്റ്റിക്കി റൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. മാംഗോ സ്റ്റിക്കി റൈസിൽ നമ്മൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ റൈസിലും മാംഗോയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റായിരുന്നു ചക്ക സ്റ്റിക്കി റൈസിന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ടേസ്റ്റ് ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റായിരുന്നു. കേൾക്കുമ്പോൾ നല്ല സ്ട്രേഞ്ച് കോമ്പിനേഷനാണെന്ന് തോന്നുമെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാലാട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അടിപൊളി. നമ്മളെ മാംഗോ പോലെയാണോ? ഇത് ചക്ക സ്റ്റിക്കി റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടോ? marshmallow ice cream. ഈ സ്ട്രീറ്റിലൂടെ നടക്കാനായിട്ട് ഭയങ്കര റിസ്ക് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കാണ്. അത്രയും തിക്കിലും വിട്ടിട്ട് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും വലിയ സൗകര്യം ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് വീഡിയോയ്ക്ക് തന്നെ കുറച്ച് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ഭാഗത്തിൽ നമ്മൾ തവളേനെയും കൂറനൊക്കെ തിന്നണത് കാണിക്കാം. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണാം.